നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ചരിത്രപരമായ തീരുമാനവും പൊതുയുഗ പിറവിയുമാണ് എന്ന് ഷാഫി പറമ്പിൽ MP. ഒരു ഫ്രീ എന്ന് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കരുതെന്നും ശാക്തീകരണമാണെന്നും അദ്ദേഹം പറയുന്നു. പ്രിയദർശിനി സർവീസിന്റെ ഉദ്ഘാടനത്തിനായി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി വരെ പോകാൻ ടിക്കറ്റിന് വേണ്ടി വരുന്നത് 28 രൂപയാണ്. തിരിച്ചു വരുമ്പോഴും 28 രൂപ, അതായത് 56 രൂപ വേണം. 25 ദിവസം ജോലിക്ക് പോയാൽ അവർ സേവ് ചെയ്യുന്നത് എത്രയാണ്? ആ തുക ഒരു മാസം അഡീഷണൽ വരുമാനമായി മാറുകയാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ അവർക്ക് ഉറപ്പുള്ള ഒരു തുകയായിട്ട് മാറ്റാൻ അവർക്ക് സാധിക്കുന്നു. സാമൂഹ്യ സാമ്പത്തിക വിപ്ലവമായി അത് മാറും. മെഡിക്കൽ കോളേജ്, ഗുരുവായൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി തുടങ്ങി എവിടെ വേണമെങ്കിലും പോകാം. അത്രയും യാത്രകൾ സൗജന്യമായി വനിതകൾക്ക് നടത്താൻ കഴിയും എന്ന് പറയുമ്പോൾ വെറും ഒരു സൗജന്യ യാത്രയുടെ ഗുണം അല്ല അതിനുണ്ടാവുക. സാമൂഹ്യ സാമ്പത്തിക വിപ്ലവം എന്ന് ഇതിനെ നമുക്ക് വിളിക്കാൻ കഴിയും. ഒരു ഗവൺമെന്റും ഇതുവരെ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ മാറ്റങ്ങളോ അല്ല, പുതിയ തുടക്കമാണ്, ചരിത്ര പിറവിയാണിതെന്നാണ് ഷാഫി പറയുന്നത്. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. തിരുവനന്തപുരം തമ്പാനൂരിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രി CP ജോൺ അടക്കമുള്ള മന്ത്രിമാരും ഉദ്ഘാടനം ബസ്സിൽ യാത്ര ചെയ്തിരുന്നു. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ്, ടൗൺ ടു ടൗൺ അടക്കം ഓർഡിനറി നിരക്കുള്ള KSRTC ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഇതിന് പ്രത്യേക കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ രജിസ്ട്രേഷനോ ഒന്നുമില്ല. പ്രായപരിധിയോ വരുമാന പരിധിയോ ഇല്ലാതെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ആനുകൂല്യം ലഭിക്കും. പ്രതിദിനം 2 കോടി രൂപയാണ് ഈ ഇനത്തിൽ KSRTCക്ക് ബാധ്യതയാവുക. ഈ തുക പൂർണ്ണമായും സർക്കാർ വഹിക്കും. സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകൾക്കും മുന്നിലും വശങ്ങളിലും വാതിലിന്റെ ഭാഗത്തും പ്രിയദർശിനി പദ്ധതി എന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. വനിതാ യാത്രക്കാർക്ക് ലഭിക്കുന്നത് 0 ടിക്കറ്റ് ആണെങ്കിലും ഫെയർ സ്റ്റേജും സ്ഥലവും ടിക്കറ്റിന് ചേർക്കുമെന്നതിനാൽ യാത്രയുടെ മൂല്യം കൃത്യമായി മെൻഷൻ രേഖപ്പെടുത്തും. ഇതിനുള്ള സോഫ്റ്റ്വെയർ ക്രമീകരണം ടിക്കറ്റ് മെഷീനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയദർശിനി ഫ്രീ ട്രാവൽ എന്ന പേരിലാണ് സൗജന്യ യാത്രയുള്ള ഓപ്ഷൻ ഇതിലുള്ളത്. 3125 ബസ്സുകൾ ഉപയോഗിച്ച് 2900 ഓർഡിനറി ഷെഡ്യൂളുകളാണ് KSRTC പ്രതിദിനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് സുരേഷ് ഗോപിയും പറയുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇതൊരു ചരിത്ര വിപ്ലവം തന്നെയാണ്. പല തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. എന്നാൽ അത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചൊരു വിപ്ലവകരമായ മാറ്റം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.